ഗായ്സ് ഗുഡ് മോർണിംഗ്. ഇന്ന് യാത്രയുടെ 6ാമത്തെ ദിവസമാണ്. മെയ് 14. ഞങ്ങളിപ്പോൾ അഹമ്മദാബാദിലാണ്. ഇന്നലെ താമസിച്ച റൂമാണ് നേരെ മേലെ കാണുന്നത്, ഹോട്ടൽ ഏവിയൻ. ആൾ ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി. വണ്ടി ഇവിടെ ഉണ്ട്, ഞങ്ങൾ കയറാണ്. ഇനി നേരെ ഞങ്ങൾ കുറച്ച് സ്ഥലങ്ങൾ കാണാണ്ട് അഹമ്മദാബാദിലെ സീതി സെയ്ദ് മോസ്ക്, ജാമി മസ്ജിദ്, പിന്നെ അതിലച്ച് സ്റ്റെപ്പ് വെല്ല്, പിന്നെ സബർമതി ആശ്രമം. ഇത് കണ്ട് ഞങ്ങൾ നേരെ ഉദയ്പൂർക്ക് പോകും. ഇന്നലത്തെ പൊടിക്കാറ്റിൽ വണ്ടിയൊക്കെ ഫുള്ള് പൊടിക്കാറ്റും മഴയായിട്ട് ഫുള്ള് ചളിയാണ്. ഇത് നന്നാക്കണം. ഇപ്പോഴാണ് വണ്ടി ഒന്ന് മോശമല്ല, നല്ല ക്ലീൻ ആയിരുന്നു. നമ്മളേതായാലും പോട്ടെ. അപ്പോൾ വിശേഷങ്ങളൊക്കെ ആയിട്ട് വഴിയെ കാണാം. അപ്പോൾ ഓക്കെ. ഇവിടുത്തെ റോഡാണ് ഭയങ്കര രസം. സിഗ്നലൊന്നും ഒരാൾ നോക്കൂല. കിട്ടുമോ? ഞാൻ പറഞ്ഞു सीधी सीधे हाँ वो वही वही मोड़ गुटियो मोड़ गुटियो मोड़ गुटियो നേരെ പോരോ മോഡ് കുട്ടിയോ. ഗൈസ് നമ്മൾ ഇപ്പോൾ നേരെ സീതി സെയ്ദ് മോസ്കിലേക്ക് പോവാണ്. അവിടെ എത്തിയിട്ട് മോസ്കിനെ പറ്റി ചെറിയൊരു വിവരണം തരുന്നുണ്ട്. ഓക്കെ. ഇവിടുത്തെ റോഡാണ് കോമഡി. റോഡ് എന്ന് പറഞ്ഞാൽ റോഡൊക്കെ ഇറങ്ങി നമുക്ക് ഭ്രാന്ത് പിടിക്കും. ഇന്നലെ രാത്രി നമ്മള് സിഗ്നൽ നിന്നിട്ട് സിഗ്നൽ സംഭവം റോളില്ല അവിടെ. വെറുതെ ഒരു സിഗ്നൽ കത്തുന്ന ആൾക്കാർ ഇഷ്ടമുള്ളിടത്തു കൂടി പോകുന്നു. ഞങ്ങൾ മസ്ജിദിക്ക് ഏതായാലും ഗൂഗിൾ മാപ്പ് എന്ന വഴിയാ പോണത്. ശരിക്കും സീതി സെയ്ദ് മസ്ജിദ് ഒരു ഇൻകംപ്ലീറ്റ് നിർമ്മിതിയാണ്. ഗുജറാത്ത് സുൽത്താനേറ്റ് അതുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് മുഗൾ സാമ്രാജ്യം ഗുജറാത്ത് കീഴടക്കുന്നത്. അതോടുകൂടി സീതി സെയ്ദ് മസ്ജിദിന്റെ നിർമ്മാണവും നിലച്ചു. നമ്മൾ ജാമി മസ്ജിദിൽ എത്തിയിട്ടുണ്ട്. ജാമി മസ്ജിദ് എന്ന് പറയുന്നത് അഹമ്മദാബാദ് നഗരം പണി കഴിപ്പിച്ച സുൽത്താൻ അഹമ്മദ് ഷാ 15ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയ ഒരു പള്ളിയാണ്. ജാമി മസ്ജിദ് 15ാം നൂറ്റാണ്ടിൽ അഹമ്മദാബാദ് നഗരം പണി കഴിപ്പിച്ച സുൽത്താൻ അഹമ്മദ് ഷാ നിർമ്മിച്ച വലിയ മനോഹരമായ ഒരു പള്ളിയാണ് ജാമി മസ്ജിദ്. നമ്മൾ പള്ളിയിലേക്ക് കയറി വരുമ്പം തന്നെ പള്ളിൻ്റെ ഒത്ത സെൻട്രലായിട്ട് ഇതാ നമ്മളെ ഹൗലുണ്ട്, ഒതെടുക്കാനുള്ള. നല്ലൊരു തണുപ്പുണ്ട് ഇവിടെ. വെള്ളമൊക്കെ നല്ല തണുപ്പാണ്. നല്ല അടിപൊളി കൊത്തുപണികളൊക്കെ ചെയ്തൊരു പള്ളിയാണിത്. പള്ളിയുടെ ഉൾവശം എത്ര തൂണാ ലക്ഷണ, എന്തോരു തൂണാലേ. ആയിരത്തി 424 ഇതിൻ്റെ പണി കഴിഞ്ഞത്. 1424 ജനുവരി 4-ാം തീയതി, അല്ലെങ്കിൽ ഹിജ്റ വർഷം 827 സഫർ മാസം 1-ാം തീയതി ആയിരുന്നു ഇതിൻ്റെ ഉദ്ഘാടനം. അതിവിടെ അവിടെ മെമ്പറിൻ്റെ അടുത്ത് കൊത്തി വെച്ചിട്ടുണ്ട്, പക്ഷേ ഏകദേശം മയഞ്ഞു പോയിട്ടുണ്ട്. പള്ളിയുടെ കോമ്പൗണ്ട് വാളിൽ ഇവിടെ അറബിയിൽ എഴുതി ഒക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ലാസ്റ്റ് അബൂബക്കർ 4 ഖലീഫമാരെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ജാമി മസ്ജിദിലെ കാഴ്ചകളൊക്കെ കണ്ട് ഇനി ഞങ്ങൾ നേരെ സീതി സെയ്ദ് മോസ്ക്. ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യാൻ കുറേ സ്ഥലം നോക്കി, അവസാനം ഇവിടെ പാർക്ക് ചെയ്ത് നേരെ ഇവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട്, റെസ്റ്റോറൻറ്റിലേക്ക് പോകണം. അതിൻ്റെ നേരെ വലത്തേ ഭാഗത്താണ്
സീതി സയ്യിദ് മോസ്ക്, അവിടേക്ക് പോകണം. എന്തായാലും ഇനി ചായ കുടിച്ചിട്ട് അടുത്ത പരിപാടികൾ. ഇനി ലേശം പള്ളയിലൊന്ന് കത്തിക്കട്ടെ. ഇവിടെ ടൗൺ പ്ലാനിങ് നമ്മൾ വന്ന സ്ഥലങ്ങൾ മോശമായിട്ടാണ് അറിയില്ല, ഒരു സുഖമല്ല. റോഡൊന്നും തിരിയുന്നില്ല, വൺ വേ ആണെങ്കിൽ അവിടെ ബോർഡൊന്നുമില്ല. നമ്മളാകെ കുടുങ്ങി. നമ്മൾ 2-3 പോലീസ് പൊക്കെ നമ്മൾ ജസ്റ്റ് കഴിച്ചിലാവാണ്. അതിൽ ഫുഡ് കഴിക്കട്ടെ. ഓർഡർ ചെയ്തതാണ് ചീസ് സാൻഡ്വിച്ച്, റോസ്റ്റഡ് ബട്ടർ റൊട്ടി, പിന്നെ ചായ. ഇതാണ് എന്താ ബ്രേക്ക്ഫാസ്റ്റ്. എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. നമ്മൾ ചായ ഒക്കെ കുടിച്ച് നേരെ അവിടുന്ന് ഇനി ചായ കുടിച്ച് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് പോയിന്, നടന്നു പോയിനു. നേരെ ഞങ്ങൾ സീതി സയ്യിദ് മോസ്കിലേക്ക് വന്ന് മനോഹരമായ സീതി സയ്യിദ് മസ്ജിദ്. ഇവിടെ കയറുമ്പോൾ തന്നെ ഒരു ഹൗലുണ്ട്, പക്ഷെ ഹൗലൊക്കെ വെള്ളം കുറച്ച് ഇതായിന്. ഷൂ നമ്മളിവിടെ അയച്ചു വെക്കണം. ടൂറിസ്റ്റുകളൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കണം. ടൂറിസ്റ്റ് എപ്പോഴും ഇവിടെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ട്. സീതി സയ്യിദ് മസ്ജിദും ജാമി മസ്ജിദൊക്കെ കണ്ട് നേരെ ഇനി അതിലേക്ക് സ്റ്റെപ്പ് വെല്ല് കാണാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് ഗാന്ധിജിയുടെ സബർമതി ആശ്രമം, ഇത് രണ്ടും കണ്ടു കഴിഞ്ഞ ശേഷം നേരെ ഞങ്ങൾ രാജസ്ഥാനിലെ ഞങ്ങളുടെ 6ാമത്തെ സംസ്ഥാനമായ രാജസ്ഥാനിലെ ഉദയ്പൂരിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിലേക്ക് സ്റ്റെപ്പ് വെല്ലിലേക്കാണ്. നേരെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് സബർമതി നദി. സബർമതി നദിയുടെ തീരത്ത് തന്നെയാണ് സബർമതി ആശ്രമവും നിലകൊള്ളുന്നത്. സബർമതി നദിയുടെ തീരത്തുള്ള റോഡൊക്കെ വളരെ അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെയായിരുന്നു G20 ഉച്ചക്കോടി നടന്നത്, അഹമ്മദാബാദിലായിരുന്നു. ദണ്ഡിയാത്രയുടെ ചിത്രതയുടെ ബിൽഡിങ്ങിൽ. ഗൈസ്, നമ്മൾ നേരെ അതിലേക്ക് സ്റ്റെപ്പ് വെല്ലിലേക്ക് പോവാണ്. ഏകദേശം അടുത്തെത്താനായിട്ടുണ്ട്. ഇനി ഏകദേശം ഒരു 6 കിലോമീറ്റർ കൂടെ ഉള്ളൂ. നമ്മളപ്പം അതിലേക്ക് എത്തുമ്പോഴേക്ക് ഏകദേശം അഹമ്മദാബാദ് സിറ്റിയുടെ ഔട്ട്സ്കേർട്ടിലെത്തും. അങ്ങനെ അഹമ്മദാബാദിലെ നമ്മളെ 3ാമത്തെ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള അതിലേക്ക് സ്റ്റെപ്പ് വെല്ലിൻ്റെ അടുത്തെത്തിന്. വണ്ടി ഇവിടെ ബാക്കിൽ പാർക്ക് ചെയ്ത് നേരെ ഓപ്പോസിറ്റാണ് സ്റ്റെപ്പ് വെല്ലുള്ളത്. ഏതായാലും ഞങ്ങൾ അങ്ങോട്ട് നടന്നു പോയി നോക്കട്ടെ. ഞങ്ങളിവിടെ എത്തിയ സമയത്ത് കോമ്പൗണ്ടിൽ കുറച്ച് കുട്ടികൾ എന്താ കളി, ഹോക്കിയാ? ഹോക്കി കളിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഏകദേശം 15-20 കിലോമീറ്റർ പോന്ന് അഹമ്മദാബാദ് സിറ്റിയിൽ നിന്ന് ഏകദേശം വിട്ട് ഗാന്ധിനഗറിനോട് അടുത്തെത്തിക്കിന്. അതിലെ ചെന്നൊരു ഗ്രാമത്തിലാണ് ഇതുള്ളത്. അതായാലും കയറി കേട്ടോ. അഫ്ഷാനും സംസും നേരത്തെ കയറിയിരിക്കണം. അതായത് പോയി നോക്കാം. പതിമൂന്നാം നൂറ്റാണ്ടിൽ ഗുജറാത്ത് ഭരിച്ചിരുന്ന വഗേല ഡിനാസ്റ്റിയിലെ റാണ വീർ സിംഗിൻ്റെ ഓർമ്മക്കായി 1498 രുദാബായ് നിർമ്മിച്ചതാണ് ഈ അതിലജ് സ്റ്റെപ്പുകൾ.
ഇതാണ് സ്റ്റെപ്പുകളുടെ നടുവിലുള്ള കിണറിൻ്റെ മുൾഭാഗം. അതിൽ 1 2 3 4 5 നിലകൾ കഴിഞ്ഞ് 6ാം നിലേൻ്റെ സ്ഥാനത്താണ് ഇപ്പോൾ വെള്ളമുള്ളത്. ഇത് മഴക്കാലത്ത് ആടല്ലേ കൊളാണ്. നമ്മൾ പോയി നോക്കിയാലോ, അപ്പുറത്തൂടെ വഴി ഉണ്ടാക്കും. ഏതായാലും സംഭവം തന്നെ അല്ലേ. ഇതുപോലൊരു സാധനം ഉണ്ട്, റാണി കി വാവ്. അത് എവിടെ ഇനി? രാജസ്ഥാനല്ല. ഏതായാലും കിണർ കണ്ട് മേലോട്ട് ഗൈസ് ചെറുങ്ങനെ പണി കിട്ടി. കാലിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായി, ഫുട്ബോൾ കളിച്ചിട്ട് ഒന്ന് ഇളകി. പ്രശ്നമല്ല. ഏതായാലും സ്ഥലങ്ങളെ കാണിച്ചാൽ സ്റ്റെപ്പ് വെല്ലിൻ്റെ പുറത്തുള്ള സറൗണ്ടിങ്സ് ആണിത്. എന്നുവെച്ചാൽ നമ്മളവിടുന്ന് കയറി വന്ന് ആ സ്ഥലത്തു നിന്നാണ് കയറി വന്ന് നേരെ ഇതിലെങ്ങനെ ഇറങ്ങും. ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇവിടുന്ന് സ്റ്റെപ്പ് ഇങ്ങനെ തുടങ്ങി കുറേ സെക്ഷനായിട്ടാണ് സ്റ്റെപ്പ്. അങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി വന്ന് ഇവിടെ ആ കാണുന്നതാണ് കിണർ. അവിടെയാണ് കിണറല്ലേ. കിണറിന് വെള്ളം കോരുന്ന കപ്പിയൊക്കെ അവിടെ കാണാം. നടക്കട്ടെ, അവിടെ തൽക്കാലം നടക്കാം. കാലിന് നല്ല വേദന ഉണ്ട്. അർഷാന് മൂവ് എടുക്കാൻ പോയി. കാരണം ലിഗമെൻറ്റിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിന്. ഇതിലേയും സ്റ്റെപ്പ് ഉണ്ട് ഇറങ്ങിപ്പോകാനുള്ള. ഇതാണ് കിണർ. ഗൈസ് ഞങ്ങള് അതിലജ് സ്റ്റെപ്പുകളിൽ കണ്ട് നേരെ സബർമതി ആശ്രമത്തിലേക്ക് പോവാണ്. ഇവിടുത്തെ ട്രാഫിക് ഭയങ്കര പ്രശ്നം. ആൾക്കാർ ട്രാഫിക് മാനേജ് തീരെയല്ല. ഏതായാലും ഞങ്ങള് സബർമതി ആശ്രമത്തിൽ ഒരു 5 കിലോമീറ്റർ 5 കിലോമീറ്ററൂടെ പോകാണ്ട്. 1930 മാർച്ച് 12 മഹാത്മാഗാന്ധി ദണ്ഡിയിലേക്ക് ഉപ്പു സത്യാഗ്രഹത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഒരു 78 കമ്പാനിയൻസിൻ്റെ കൂടെ മാർച്ച് നടത്തിയത് സബർമതി ആശ്രമത്തിൽ നിന്നാണ്. നമ്മളെ പഴയ 500 രൂപ നോട്ടിൻ്റെ ബേക്കിൽ നമുക്ക് കാണാം ഗാന്ധിജി മുന്നിൽ വടി കുത്തി നടക്കുന്നതിൻ്റെ പുറകിൽ വേറെ കുറേ ആൾക്കാർ നടക്കുന്നതും, ഒരാളൊരു കല്ലിലിരിക്കുമ്പോൾ വേറൊരാൾ അയാളെ കൈ പിടിച്ച് എണീറ്റ് വരാൻ ഊർജം കൊടുക്കുന്നതൊക്കെ നമുക്ക് നമ്മളെ നിരോധിച്ച 500 രൂപ നോട്ടിൻ്റെ ബേക്കിൽ കാണാൻ സാധിക്കും. സബർമതി ആശ്രമത്തിലേക്കുള്ള മെട്രോ സ്റ്റേഷനാണ് സബർമതി മെട്രോ സ്റ്റേഷൻ. ടൗണിൽ കൂടിയും 3 വരെയല്ലേ. ഈ സെൻട്രൽ ടൗണിലൊക്കെ സെൻട്രലിൽ കൂടെ ഒരു 2 ലൈൻ ഉണ്ട്. പക്ഷെ എന്താ പറഞ്ഞത്, എല്ലാ ഗ്യാപ്പിലും ഒരു ബസ് സ്റ്റോപ്പ് കാണാൻ പറ്റും. അതിൽ വേറൊരു വണ്ടിയില്ല കേട്ടോ. ഞങ്ങൾ ഇതുവരെ അതിലൊരു ഇവിടുത്തെ ബസ് അല്ലാതെ ചില ബസ്സുകൾ പുറത്തു കൂടി തന്നെ പോകണം. പ്രത്യേക ഒരു ബസ് ഉണ്ട്, അത് മാത്രമേ അതിൽ കാണുന്നുള്ളൂ. സിറ്റി ബസ് ആയിരിക്കാനാണ് ചാൻസ്. വേറൊരു വണ്ടി അതിൽ കണ്ടില്ല. നമ്മളൊരു ആംബുലൻസോ വേറൊന്നും കണ്ടില്ല. ഒരു ബസ് സ്റ്റോപ്പ് ഞങ്ങൾ കാണിച്ചുതരാം. മനസ്സിലാവും. ഓക്കെ, ഇതില് സ്റ്റാഫ് ഉണ്ട്, ആൾക്കാരൊക്കെ ഉണ്ട്. ഇവിടെ ബസ് നിർത്തി ഓട്ടോമാറ്റിക് ഡോറൊക്കെ ഉണ്ട്. ഇതിൽ നിർത്തി ആൾക്കാർ അതിൻ്റെ ഉള്ളിലുണ്ട്. ഇതിനാണ് ഏതായാലും അത് നല്ലൊരു ഇനീഷ്യേറ്റീവ് ആണ്. ഏതായാലും സിറ്റിയിലെത്തുമ്പം അടിപൊളി. സിറ്റി അടിപൊളി പറഞ്ഞാൽ അടിപൊളി. പക്ഷെ ഉള്ളേരിയേക്കാട്ട് ഇറങ്ങിയാൽ മുഖം ആകെ മൊത്തം മാറും. വേറൊരു രീതിയിലാണ്. അവിടെ ബസ് നിർത്തിയുണ്ടല്ലോ ആ സൈഡിൽ. നീല കളറുള്ള ബസ്സാല അതിൽ വരുന്ന റെഡൊക്കെ പുറത്തു കൂടി. അങ്ങനെ ഏകദേശം യാത്ര ചെയ്ത് ഇവിടെ എത്തിന് ഗാന്ധി ആശ്രമം. ഇനി വണ്ടി എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്യണം. പാർക്കിംഗ് എവിടേക്കെല്ലാം പാർക്കിംഗ് വെയിറ്റ് ബേക്ക് മരത്തിനോട്ട് വെച്ചാലോ. അവിടെ അവിടെ തൂണുണ്ട്. സബർമതി ആശ്രമം എത്തിക്കിന് വണ്ടി അവിടെ പാർക്ക് ചെയ്ത് ബാക്കിൽ പാർക്ക് ചെയ്ത്. നല്ല അടിപൊളി പാർക്കിംഗ്, നല്ല ഏരിയ. അധികം റഷൊന്നുമില്ല.
പൈസ ഇല്ലേ അല്ലേ? ഇറങ്ങുമ്പോൾ വാങ്ങും. ഒരാളുണ്ട്. ഇതാ സബർമതി റിവർ. നല്ല ക്ലീനാണ് അല്ലേ? നോക്കിയാ ക്ലീന്. നമ്മൾ ടൗണിലും അങ്ങനെ തന്നെ. നമ്മൾ അഹമ്മദാബാദ് ടൗണിലൊക്കെ അങ്ങനെ ഇത് കണ്ടപ്പോൾ ഭയങ്കര ക്ലീനാണ്. നമ്മൾ സാധാ ഇതുവരെ കണ്ടതുപോലെ നല്ല നീറ്റാണ്. അടിപൊളി നല്ല വൃത്തിയുള്ള വെള്ളം. എന്താ കളറാ? പച്ച കളറാ പൂപ്പലല്ലേ? അതിൽ വേസ്റ്റ് ഒന്നും അധികമല്ലല്ലോ. എന്തോ ഒരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു സബർമതി റിവർ ക്ലീൻ ചെയ്യുന്ന എന്തോ ഒരു പ്രൊജക്റ്റൊക്കെ ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ്. അന്ന് മൂപ്പർ ഇവിടെ നിന്നാണ് വീഡിയോ എടുത്ത്. നമ്മൾ അഹമ്മദാബാദ് സിറ്റിയിൽ നിന്ന് വന്ന റോഡാണ്. അതിലെങ്ങനെ വന്നത്. NH-48 ആണത്. നോക്ക്, NH-48 ഈ ഫോൺ എടുത്ത്. ഏകദേശം 1 വർഷത്തോളം നീണ്ട ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ റിവർ ഇങ്ങനെ ഏകദേശം ക്ലീൻ ചെയ്തെടുത്തത്. ഏകദേശം 6 കിലോമീറ്ററോളം ദൃഷ്ടി ഫൗണ്ടേഷൻ എന്നൊരു ഫൗണ്ടേഷൻ്റെ കീഴിലാണ് ഇത് ക്ലീൻ ചെയ്തത്. ആദ്യത്തെ 4 മാസം സോളിഡ് വേസ്റ്റ് റിമൂവ് ചെയ്താണ്. പിന്നെ റിവറിൻ്റെ സൈഡിലായിട്ട് നിരവധി സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പം ഇൻഡസ്ട്രിയൽ വേസ്റ്റൊക്കെ വരുന്നതിൻ്റെ മുന്നേ, അതായത് ഡേർട്ടി ആയിട്ടുള്ള വാട്ടർ വരുന്നതിന് മുന്നേ ഒരു എന്ത് ചെയ്യും, ഇത് ക്ലീൻ ചെയ്ത വാട്ടറാണ് അവർ പുഴയിലേക്ക് ഒഴുക്കിവിടുന്നത്. നമ്മൾ കാർ അവിടെ പാർക്ക് ചെയ്ത് നേരെ ഇവിടെ സബർമതി റിവർ. എൻ്റെ അടുത്ത് തന്നെയാണ് ഹൃദയ് കുഞ്ച് എന്ന് പറയുന്ന ഒരു ബിൽഡിംഗ് ഉള്ളത്. ഗാന്ധിജിനെ ആൾക്കാർ കാണാൻ വരുമ്പോൾ ഒക്കെ ഇവിടെ നിന്നാണ് കാണൽ, ഈ റൂമിൽ നിന്നാണ്. നമ്മൾ എപ്പോഴും ഹിസ്റ്റോറിക്കായിട്ട് കാണുന്നൊരു ഫോട്ടോ അല്ലേ, ചർക്കയുടെ അടുത്ത് ഗാന്ധിജി ഇരിക്കുന്നത്. ആ റൂമാണിത്. ഈ വീടിൻ്റെ പേരാണ് ഹൃദയ് കുഞ്ച്. 1918 മുതൽ 1930 വരെ ഗാന്ധിജിയും ഭാര്യ കസ്തൂർബായും താമസിച്ചത് ഇവിടെയാണ്. പിന്നെയാണ് 1930 അവർ ദണ്ഡി യാത്രയ്ക്ക് വേണ്ടി ഗാന്ധിജി ഇവിടുന്ന് പോകുന്നത്. ഉപ്പ് സത്യാഗ്രഹത്തിന് വേണ്ടി. ഉപ്പിന് വില കൂട്ടുകയും ചില നിയമങ്ങൾ ബ്രിട്ടീഷുകാർ കൊണ്ടുവരികയും, എന്തിനാന്ന് വെച്ചാൽ ബ്രിട്ടീഷിൽ നിന്ന് കൊണ്ടുവരുന്ന ഉപ്പ് ഇന്ത്യൻ ഉപ്പിനേക്കാൾ കൂടുതൽ ഇവിടെ വിൽക്കാൻ വേണ്ടിയിട്ട് പല നിയമങ്ങളും അവർ കൊണ്ടുവന്നു. ആ നിയമത്തെ ഒക്കെ എതിർക്കാൻ വേണ്ടിയിട്ടാണ് ദണ്ഡി മാർച്ച് ഗാന്ധിജി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തത്. ആ മാർച്ച് നടത്തിയതോടെയാണ് ബ്രിട്ടീഷുകാർ ഈ ആശ്രമം പിടിച്ചെടുക്കുകയും ഗാന്ധിജിക്ക് തിരിച്ചു കൊടുക്കാതൊക്കെയും ചെയ്തു. അന്ന് 1930 ഗാന്ധിജി എന്നിട്ട് ഇവിടുന്ന് പോയി. അന്നൊരു ശപഥം ചെയ്തിരുന്നു, ഇനി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഞാൻ സബർമതി ആശ്രമത്തിലേക്ക് മടങ്ങി വരുമെന്ന് പറഞ്ഞിട്ട്. ഇതാണ് അതിൻ്റെ ഉള്ളേരിയ. ഉള്ളിൽ കയറി വന്നാൽ ചെറിയൊരു മുറ്റുണ്ട്. ഗാന്ധിജിയുടെ ഭാര്യയുടെ കസ്തൂർബ റൂമാണിത്. ഇവിടെ ഒരു ഫോട്ടോ ഉണ്ട് അവരുടെ. എന്താ റൂം? റൂം ഇതാണ് ഗാന്ധിജിയുടെ മുറി. നമ്മൾ ഫോട്ടോകളിലൊക്കെ കാണുന്ന ഗാന്ധിയുടെ ചർക്ക. ഈ നിലത്തിരുന്നിട്ടാണ് ഗാന്ധിജി അന്ന് ആൾക്കാരായിട്ട് കൂടിക്കാഴ്ച നടത്തിയതും ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സുപ്രധാനമായ പല സമരങ്ങളുടെയും ചർച്ചകളും തന്ത്രങ്ങളും മെനഞ്ഞത് ഈ റൂമിൽ നിന്നായിരുന്നു. Here did visitors from India and abroad and Bapu here read the plans of historical movements deliberated and given shape to. അങ്ങനെ നമ്മൾ ഹൃദയ കുഞ്ചിൽ നിന്ന് ഇറങ്ങാണ്. നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇവിടേക്കൊന്ന് വരണം. പുസ്തകങ്ങളിൽ വായിച്ചതും ടി വിയിൽ കണ്ടതും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ജ്വലിക്കുന്ന ഓർമ്മകളൊക്കെ ഉള്ള ഉറങ്ങിക്കിടക്കുന്നൊരു സുപ്രധാന സ്ഥലമാണിത്. ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട്. അന്നിങ്ങനെയല്ലേ നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് പോയ ആ ഹൃദയ കുഞ്ചാണ് പഴയ ഫോട്ടോ. ആ ലെഫ്റ്റുള്ള
ആരാ ഇത്? ദണ്ഡിയാത്രക്ക് പോയപ്പം ഗാന്ധിജി ഉപ്പ് ഇറക്കിയിട്ടൊരു സംസാരിക്കുന്നുണ്ട്. ഒന്നുകിൽ നമ്മൾ ഈ ഭൂലോകത്ത് നിന്ന് ഒന്നുകിൽ മായ്ക്കപ്പെടും, അല്ലെങ്കിൽ നമ്മളൊരു സ്വതന്ത്രമായ രാജ്യത്ത് ജീവിക്കും എന്ന് പറയുന്നുണ്ട്. ആ ഒരു സന്ദർഭം ഇവിടെ ഒരു മിനിയേച്ചർ അവരിവിടെ ചെയ്ത് വെച്ചതാണിത്. ഞങ്ങളേതായാലും ഇവിടെ നിന്ന് ഇറങ്ങി ഇനി നേരെ പോവാം. പക്ഷേ ഇനി നേരായിട്ടാ പോണേ? ആ സിംഹവാലം കുരങ്ങ് വെക്കൂട് പോണ നമ്മൾ മുത്തങ്ങ കാണുന്ന സാധനം. ഇനി ഞങ്ങൾ ഏതായാലും നേരെ പോവാ. ഭക്ഷണം കഴിക്കണം. അഫ്ഷാനെ ഭക്ഷണം കഴിക്കുക. പിന്നെ ഏട്ടാ നേരെ പോണേട്ടാ പ്ലാന്? ഇനി നേരെ രാജസ്ഥാനിലെ ഉദയ്പൂര്, സിറ്റി ഓഫ് ലേക്സ്, തടാകങ്ങളുടെ നഗരം. രാത്രിയൊക്കെ വളരെ അടിപൊളി കാഴ്ചയുള്ളൊരു സിറ്റിയാണ്. ഇതൊക്കെ കണ്ണുകാരുടെ സീറ്റുകളാണ്. നല്ല രസമുണ്ടാവും അല്ലേ? ഒന്നല്ല ഒന്നായി നാലേ അല്ല നിങ്ങൾ ഇങ്ങോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്നെ തീരെ മാറിയില്ല. രണ്ട് ദിവസം മാറി, തീരെ മാറി. ഡെക്കാത്ലോണിലേക്ക് പോവാണ്. ചിലപ്പോൾ മഴ സാധ്യതയുണ്ട്. നമുക്ക് നാട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു കുട ഉണ്ടായിന്. തൽക്കാലം ഇപ്പം എല്ലാം നമ്മളോട് വിട പറഞ്ഞു. അപ്പോൾ നമ്മൾ ഡെക്കാത്ലോണിൽ പോയി പുതിയൊരു കുട വാങ്ങാണ്. അപ്പം നേരെ ഡെക്കാത്ലോൺ. എത്ര കുറേ ഉണ്ടോ ഷാന? ഒരു 3-4 മിനിറ്റ് കൊണ്ട് നമ്മൾ അടുത്തു. താങ്ക് യു. നമ്മള് കയ്യിൽ ഫോണ് ഉണ്ടാവില്ല ഈ സമയത്തൊന്നും. കുറേ ആൾക്കാർ ഞങ്ങൾ എടുത്ത് നിർത്തും. റണ്ണിങ്ങിന്റെ ഇടയിൽ വന്നിട്ട് ഓൾ ദി ബെസ്റ്റ് പറയും, ബസ് സ്റ്റോപ്പിലേക്ക് പറയും. പക്ഷെ അതൊന്നും കയ്യിൽ ഫോൺ ഉണ്ടാവില്ല. ഇപ്പൊ കയ്യില് അവിടെ ഒരു വണ്ടി എടുക്കുമ്പോ ഒരു ഗ്യാപ്പിൽ നിർത്താണ്ട് നിൽക്കായിരിക്കും. ആടെ ഒരു പെണ്ണ് ധൂപ്പചാല അടിച്ച് ഇവിടെ വന്ന് നിർത്തി. ആടെ അഫ്ഷാൻ കയറ്റും. പക്ഷെ കയറ്റങ്ങട്ട് കയറ്റി വിടുവാപ്പാ. ഞങ്ങളങ്ങനെ അഹമ്മദാബാദിലെ AC ഡെക്കാത്ലോൺ. നമ്മളിവിടെ വരുന്നതിന് 10 കോഴിക്കോട് ഡെക്കാത്ലോൺ പോയി. എന്നിട്ടും അവസാനം പിന്നെ ഡെക്കാത്ലോണിലും തന്നെ. ഷാന ഇവിടെ കൂടാ ചെറുത് ഇതുപോലെ ചെറുത് ഓന് മറ്റേ കാലം കൂടെ തന്നെ വേണം വലുത്. ഏടല്ലേ അറ്റത്തുണ്ട് അല്ലേ? ഇവിടെ കിട്ടിയോ? ആ ബ്ലൂ ആ ഏതായാലും മതി. നൂർത്തി നോക്ക്. ആരോ നൂർത്തി മടിക്കുക. ആരോ മടിക്കില്ല. ഇല്ലി നോക്കെ. അയ്യോ ഇല്ലി വളഞ്ഞാണോ? വളവുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ അല്ലേ? ഇതന്നെ സെയിം സാധനം മറ്റോ ആദ്യം ഉണ്ടായിന്. അതായാലും നല്ല പോട്ടെ. നമ്മളെ കോഴിക്കോടത്തെ ഡെക്കാത്തിനെ കുറച്ച് ഉഷാറാണ്. നല്ല പ്രൊഡക്റ്റും ഉണ്ട്, നല്ല കളക്ഷനും ഉണ്ട്. ഞങ്ങളിതാ ജസ്റ്റ് ഡെക്കാത്ലോൺ എടുത്ത് ഒരു 400 മീറ്റർ ഇങ്ങോട്ട് വന്ന് ഒരു യൂട്ടേൺ എടുത്ത് ഫുഡ് കഴിച്ചാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതിനു. അപ്പോൾ പിന്നെയും പാർക്കിങ്ങിന് ഇവിടെ ഇത് വാങ്ങി. അപ്പോൾ നമ്മൾ ചോദിച്ച് കുറച്ചും വേണമെങ്കിൽ 20 രൂപ കൊടുത്തേ. അപ്പോൾ പറഞ്ഞേ ഒരു സ്ഥലത്ത് ഒരു സമയം ഒരു 1 ടൈം മാത്രം നിർത്താനാണ് ആ പൈസ. പിന്നെ നമ്മൾ എപ്പോൾ വണ്ടി സ്റ്റാർട്ടാക്കി ഒന്ന് മാറ്റിയാൽ അടുത്ത ബ്ലോക്കിലേക്ക് പോയാൽ അവിടെ പിന്നെയും പൈസ കൊടുക്കണം. അപ്പോൾ നിങ്ങൾ എന്താക്കുക,
ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ നിർത്തിയിട്ട് പരമാവധി ഇതാക്കാം. അതെ, ഈ ചതിയിൽ നിങ്ങൾ വീഴരുത്. ഒരു സ്ഥലത്ത് ഇവിടെ 20 ഉറുപ്പ്യാണുള്ളത്, പൈസക്ക് വില കൊടുക്കണം. നമ്മളൊരു റെസ്റ്റോറൻറ്റ് കയറാണ്. നേരെ അപ്പുറത്ത് KFC ഉണ്ട്, ബർഗർ കിങ് ഉണ്ട്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. നമ്മളേതായാലും ഇതിലൊന്നും കയറി വെക്കട്ടെ. പക്ഷേ ഫുഡ് 2 മണിയാണ് ഏകദേശം. കിട്ടിയോ? ഫുഡ് കഴിക്കാൻ കയറിയെടുത്ത് നമ്മൾ റൊട്ടി പറഞ്ഞു, പിന്നെ ഒരു ദാല് കറി. ഇന്നും പനീറാണ്, ഇന്നൊരു മാറ്റത്തിന് ദാലാക്കി. അർഷാനെ പറയും, നമ്മൾ എത്ര റൊട്ടി ഓർഡർ ചെയ്ത്? 7 ആദ്യം വന്നേ, 3 ആദ്യം വന്നേ. ഞാൻ വീഡിയോ എടുക്കുന്നു. 1 കാണിച്ചു, 1 2 എനിക്കൊരു 10 തന്നെ. പക്ഷെ ബാക്കിയുള്ളത് വന്നില്ല. ഒരു പറഞ്ഞാൽ കൊണ്ടുതരാണ്. ഉച്ചക്ക് ഫുഡ് കഴിച്ച ബില്ലാണ് 414. 3 ആള് സാധാ ബില്ല്, നോർമൽ. നല്ല ഫുഡും. ഗൈസ്, ഞങ്ങള് ഫുഡ് കഴിച്ചു, ഉച്ചക്കത്തെ ഫുഡ് കഴിച്ച് നല്ല റൊട്ടിയും പിന്നെ പരിപ്പ് കറിയും ദാലും. സംശയമുണ്ട് ഫുഡ് അടിപൊളി. പനീർ മാറ്റിയാൽ ഒരു മാറ്റം, ഒരു സുഖം ഉണ്ട് കേട്ടോ. ഇനി എന്താ അറിയില്ല, രാജസ്ഥാനിൽ ദാൽ തന്നെയാണോ അറിയില്ല. ഏതായാലും പഞ്ചാബിലും കാശ്മീരിലും എത്തിയിട്ടാണ് നല്ലൊരു നല്ല ഫുഡ് കഴിക്കാൻ. ഗൈസ്, നമ്മൾ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ച് വണ്ടി കയറി. ഇനി നേരെ ജയ്പൂര്. നേരെ ജയ്പൂർക്ക് ഏകദേശം ഒരു 140 കിലോമീറ്റർ കൂടെ ഉണ്ട് ജയ്പൂർക്ക്. ഏകദേശം ഒരു മണിക്കൂർ, അരമണിക്കൂറോടെ കഴിഞ്ഞാൽ ഗുജറാത്ത് രാജസ്ഥാൻ ബോർഡർ എത്തും. ഇപ്പോൾ ഏകദേശം അന്തലജോ. ഇപ്പോൾ നമ്മളെത്തിയത് വന്താട എന്ന സ്ഥലമാണ് ഗുജറാത്തിലെ. അരമണിക്കൂറോട് കഴിഞ്ഞാൽ ഗുജറാത്ത് രാജസ്ഥാൻ ബോർഡർ എത്തും. ഗൈസ്, നമ്മൾ ഗുജറാത്ത് രാജസ്ഥാൻ ബോർഡർ എത്താനായി. ഇവിടെ കുറച്ച് നേരമായിട്ട് നല്ല അടിപൊളി റോഡാണ്, ഹിൽ ഏരിയ, നല്ല രസമുള്ള വീഡിയോയിൽ കാണാം. അർഷാനോ ഷംസു ചായ വാങ്ങാനായിട്ട് പോയി നോക്കാം. അവിടെയാണ് ചായപ്പിട. ഇവിടെ നല്ല ആൾക്കാരുണ്ട്. ഇവിടെ ബസ്സുകളൊക്കെ ഇവിടെ നിർത്തുന്നത്. ഫുള്ള് നമ്മളെ വണ്ടി താഴെ പാർക്ക് ചെയ്താണ്. ഗൈസ്, നമ്മൾ ചായ ഒക്കെ കുടിച്ച് കുറച്ച് പോന്നപ്പോഴേക്ക് തന്നെ ബോർഡർ എത്തിന്. രാജസ്ഥാൻ ഗുജറാത്ത് ബോർഡറാണ്. നമ്മൾ രാജസ്ഥാനിലേക്ക് കയറാണ്. ആറാമത്തെ സംസ്ഥാനം. നമ്മളെ ലഡാക്ക് യാത്രയിലെ 6ാമത്തെ സംസ്ഥാനത്തിലേക്ക് നമ്മൾ കയറി. രാജസ്ഥാൻ. ഞങ്ങള് രാജസ്ഥാനിൽ കയറി കുറച്ചും കൂടെ പോന്നപ്പോൾ നല്ല വെയിലായിരുന്നു. സമയം 6:30 നല്ല വെയിലുണ്ടായിരുന്നു. പക്ഷെ ജസ്റ്റ് ഒരു മല ഒന്ന് കയറി കഴിഞ്ഞപ്പോ പെട്ടെന്ന് ഇരുട്ട്, നല്ല ഇരുട്ട് പറഞ്ഞാൽ നല്ല ഇരുട്ട്. പക്ഷെ ഞങ്ങൾ ആ ബേക്കോട്ടെ മല കയറി കഴിഞ്ഞാൽ മല അപ്പുറത്ത് അപ്പോഴും വെയിലുണ്ട്. പെട്ടതില്ലേ നല്ല ഇരുട്ട്. ഞങ്ങളുടെ ചായ ഒക്കെ കുടിച്ച് ഒന്ന് ഫ്രഷായി യാത്ര തുടരാണ്. ഏകദേശം 7:20 7:21 കറക്റ്റ്. അത്ര ലേറ്റ് ഇപ്പോഴും ഉണ്ട്. ഇരുട്ടധികമായിട്ടൊന്നുമില്ല. ഒരു 19 കിലോമീറ്റർ പോയാൽ റൂമിലെത്തും. റൂം ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് അക്കോട്ടയിൽ നല്ല ഓഫർ പ്രൈസിനൊക്കെ കിട്ടിയതിന് അതാ നേരെ റൂമിൽ പോയോട്ടെ എന്താ അവസ്ഥ എന്നുള്ളത്.
ഉദയ്പൂർ റൂമിലെത്തി. ഇതാണ് ഹോട്ടൽ. ഹോട്ടൽ ട്രിപ്ലിയാണ്. ഏതായാലും ചെക്ക് ഇൻ ചെയ്ത് കയറട്ടെ. ഫുഡ് കഴിക്കണം, ഫ്രഷ് ആവണം, നല്ലോണം ഉറങ്ങണം. 202 ഞങ്ങളെ റൂമാണ്. ഞങ്ങൾ മംഗലാപുരത്തും 202 കിട്ടി. മംഗലാപുരത്ത് 202 അല്ല ഷാനെ? ആ, ഇതാണ് റൂം. TV ഉണ്ട്, AC, പിന്നെ അടിപൊളി റൂം. അടിപൊളി പറഞ്ഞാൽ അഗോഡ. സ്പെഷ്യൽ താങ്ക്സ് ടു അഗോഡ. 1085 റുപ്യക്ക് അടിപൊളി. വലിയൊരു അൾമറുണ്ട്, 2 ബെഡ്സ് കബോർഡ് ഉണ്ട്, ഒരു ടേബിൾ ഉണ്ട്, 2 ചെയർ. ബാൽക്കണി കാണിക്ക്. ആ, എന്നാലും ബാൽക്കണി ഉണ്ട് അത്യാവശ്യം. അതാ നമുക്ക് സിറ്റിയൊക്കെ കാണാം ഇവിടുന്ന്. സിറ്റിൻ്റെ 2 വശങ്ങൾ നമ്മൾ ഇവിടുന്ന് കാണാം.